ഹലോ അസ്സലാമലൈക്കും, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്ന ഒരു ചോക്ലേറ്റ് സ്പഞ്ച് കേക്ക് റെസിപ്പി ആയിട്ടാണ്. വളരെ സിമ്പിളായിട്ട് തന്നെ ഒരു വിത്തൗട്ട് ഓവണൊക്കെ നമുക്കിത് ബേക്ക് ചെയ്തെടുക്കാം. ഒന്ന് ഇതിൻ്റെ അളവും കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ വളരെ സോഫ്റ്റ് ആയിട്ട് തന്നെ നമുക്കിത് പ്രിപ്പയർ ചെയ്തെടുക്കാം. അപ്പോൾ നമുക്കിതിലേക്ക് കടക്കാം. ഒരു 4 ടേബിൾ സ്പൂൺ കോക്കോ പൗഡർ നമ്മൾ 1 കപ്പിൻ്റെ മെഷറിലേക്ക് ആഡ് ചെയ്യുക. അതിലേക്ക് തന്നെ നമ്മൾ മൈദ ആഡ് ചെയ്യുക. അപ്പം ടോട്ടൽ ഒരു 1 കപ്പ് ഫ്ലോർ, അതുപോലെ ബേക്കിംഗ് സോഡ ഒരു 1/4 ടീസ്പൂണ്, അതുപോലെ ബേക്കിംഗ് പൗഡർ ഒരു 1 ടീസ്പൂണ്. അത് നന്നായിട്ട് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒക്കെ മിക്സ് ചെയ്ത് നമ്മൾ സെറ്റ് ചെയ്ത് അവിടെ വെച്ചതിന് ശേഷം നമുക്ക് എഗ്ഗ് ബീറ്റ് ചെയ്യാൻ തുടങ്ങാം. ഒരു 4 എഗ്ഗിലേക്ക് 1.5 ടേബിൾ സ്പൂണ് വാനില എസൻസ്, അതുപോലെ തന്നെ 1 കപ്പ് തന്നെ ഷുഗർ ആഡ് ചെയ്യണം. അതും പൊടിച്ച പഞ്ചസാര ആയിരിക്കണം. എന്നിട്ട് നന്നായിട്ട് ബീറ്റ് ചെയ്തിട്ട് പൊന്തി വരുന്നവരെ ബീറ്റ് ചെയ്യുക. എന്നിട്ട് വേണം നമുക്ക് ഈ ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഇതിലേക്ക് ആഡ് ചെയ്യാൻ. അതിന് മുന്നേ നമ്മൾ ഒരു 1/4 കപ്പ് ഓയിൽ ആഡ് ചെയ്യണം കേട്ടോ. അതേപോലെ തന്നെയാണ് 1/4 കപ്പ് തന്നെയാണ് മിൽക്കും ആഡ് ചെയ്യേണ്ടത്. അത് നമ്മൾ ഡ്രൈ ഇൻഗ്രീഡിയൻസ് ആഡ് ചെയ്യുന്നതിൻ്റെ ഇടയിൽ ചെറുതായിട്ട് മിൽക്കും ആഡ് ചെയ്ത് കൊടുക്കുക. വളരെ സോഫ്റ്റായിട്ട് വേണം കേട്ടോ ഇത് മിക്സ് ചെയ്യാൻ. നമ്മൾ ഇതിൻ്റെ ശക്തിയിലൊക്കെ ഇളക്കി ഇതിൻ്റെ ഈ പൊന്തി വന്ന എഗ്ഗൊക്കെ താണു പോകാൻ ചാൻസ് ഉണ്ട്. അപ്പം നമുക്കൊരു 8 ഇഞ്ചിൻ്റെ പാനിലേക്ക് ഇത് സെർവ് ചെയ്യാം. അതിനുശേഷം പാൻ ഒന്ന് പ്രീ ഹീറ്റ് ചെയ്തിട്ട് വേണം വളരെ ലോ ഫ്ലെയിമിൽ ഈ കേക്കിൻ്റെ ബാറ്റർ നമുക്കിതിലേക്ക് വെച്ച് കൊടുക്കാനും. വളരെ സോഫ്റ്റായിട്ട് ഒരു 45-50 മിനിറ്റ്സ് കൊണ്ട് തന്നെ നമുക്ക് ചോക്ലേറ്റ് സ്പഞ്ച് കേക്ക് റെഡി ആയി കിട്ടും. അപ്പോൾ ഇതിൻ്റെ ചൂടൊക്കെ പോയതിനു ശേഷം ഇത് കട്ട് ചെയ്ത് ലെയറായിട്ട് മാറ്റാം കേട്ടോ. അപ്പം വീഡിയോ ഇഷ്ടമായത് പ്ലീസ് സബ്സ്ക്രൈബ്. താങ്ക് യു ഫോർ വാച്ചിങ്.